നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട യുവാവിന്റെ മോചനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന തൃശൂർ സ്വദേശിയായ ജെയിൻ കുര്യൻ എന്ന യുവാവിന് തിരികെ ക്യാമ്പിലെത്താൻ നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ വീഡിയോ സന്ദേശത്തിലൂടെ യുവാവ് അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയിരുന്നു. അക്കാര്യത്തിൽ ഇപ്പോൾ ശുഭവാർത്തയാണ് പുറത്തുവരുന്നത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിലകപ്പെട്ട മലയാളി യുവാവ് ജെയിൻ കുര്യനെ മോചിപ്പിച്ചു. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെയിൻ കുര്യനെ റഷ്യയിൽ നിന്നും വിട്ടയച്ചിരിക്കുകയാണ്. മോസ്കോയിലെ ആശുപത്രിയിൽ നിന്നും ജെയിൻ കുര്യനെ ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. ഡൽഹിയിലെത്തിയ ജെയിൻ കുര്യൻ ബന്ധുക്കളോട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. പട്ടാള ക്യാമ്പിലേക്ക് തിരികെ എത്തിക്കുമെന്നുള്ള ആശങ്കകൾക്കിടെയാണ് യുവാവിന്റെ അപ്രതീക്ഷിത മോചനം. റഷ്യ യുക്രൈൻ യുദ്ധത്തിനിടെയുണ്ടായ ഷെല്ലാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന മലയാളി യുവാവ് ജെയിൻ കുര്യൻ തിരികെ ക്യാമ്പിലെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രേഖാമൂലമുള്ള അറിയിപ്പ് ലഭിച്ചുവെന്ന് വാർത്തകൾ വന്നിരുന്നു. മോസ്കോയിലെ ആശുപത്രിയിൽ നിന്നും പട്ടാള ക്യാമ്പിലെത്താനും 30 ദിവസം ചികിത്സാ അവധിയിൽ പ്രവേശിക്കാനുമായിരുന്നു നിർദ്ദേശം. പട്ടാള ക്യാമ്പിലെത്തിയാൽ തിരികെ വരാൻ ആവില്ലെന്നും സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടണമെന്നും ജെയിൻ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഏറെക്കാലത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് തൃശൂർ സ്വദേശിയായ ജെയിൻ കുര്യൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്. നേരത്തെ ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന കുട്ടനല്ലൂർ സ്വദേശി ബിനിൽ ബാബു മരിച്ചതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിരുന്നു. യുക്രൈൻ ഷെല്ലാക്രമണത്തിനിടെ പരിക്കേറ്റായിരുന്നു ബിനിലിന്റെ മരണം. ഏജന്റ് മുഖേനയാണ് ജെയിൻ അടങ്ങിയ 3 പേർ റഷ്യയിലേക്ക് പോയത്. തുടർന്ന് കഴിഞ്ഞ 1 വർഷം മുൻപാണ് ജെയിനും ജെയിനിന്റെ ബന്ധുവായ ബിനിലും റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ ചേർന്നത്. പിന്നീട് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ ജെയിനിന്റെ ബന്ധുവായ ബിനിൽ കൊല്ലപ്പെട്ടു. അതേസമയം യുദ്ധമുഖത്ത് വെച്ച് ജെയിനിന് പരിക്കേൽക്കുകയും ജെയിൻ അവിടെ തന്നെ ചികിത്സയിൽ തുടരുകയുമായിരുന്നു. ഏകദേശം 2 ആഴ്ച മുൻപാണ് ജെയിനിന്റെ ചികിത്സ പൂർത്തിയായത്. കോൺട്രാക്ട് കാലാവധി അവസാനിച്ചിട്ടും ജെയിനെ വീണ്ടും യുദ്ധമുഖത്തേക്ക് അയക്കാനായിരുന്നു റഷ്യൻ പട്ടാളത്തിന്റെ നീക്കം. ഇതിനിടയിലാണ് ജെയിൻ നാട്ടിലേക്ക് എത്തുമെന്നുള്ള വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചത്.